അതും ഇതിൽ റെക്കോർഡാവണം. നന്നായി. വാവ്, എടുക്കട്ടെ. जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. ഇൻ ദ ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് 3 days ഇൻ മേഘാലയ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 3rd day ചിറാപുഞ്ചി എത്തി ഡേ എൻഡ് ചെയ്യുന്നത് വരെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇൻ ദിസ് പാർട്ട് 4th, 5th and 6th days ആണ് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ 4th day ആയി. 4th day നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ആയിരുന്നു. അതിനാണ് നമുക്ക് ട്രെക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളോട് നേരത്തെ പറഞ്ഞായിരുന്നു കട്ടിയുള്ള ഡ്രസ്സസ്, ജീൻസ്, ജാക്കറ്റ് ഇങ്ങനത്തെ ഒന്നും ഇട്ടുകൊണ്ട് പോകുന്നത് നന്നാവില്ല. കാരണം ആദ്യം തണുപ്പുണ്ടെങ്കിലും നമ്മൾ പോകെ അത് ചൂടാവും. അതുകൊണ്ട് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത്രയും നടക്കേണ്ടത് കൊണ്ട് തന്നെ ജീൻസും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും കട്ടി കുറഞ്ഞ് പാൻറ്റും ഒക്കെ ഇട്ടിട്ടായിരുന്നു പോയത്. പിന്നെ ട്രെക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 3500 to 4000 സ്റ്റെപ്സ് ആണ് 1 way ഉള്ളത്. അപ്പം ടോട്ടൽ 7000 to 7500 സ്റ്റെപ്സ് ടോട്ടൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇറക്കമായതുകൊണ്ട് തന്നെ പിന്നെ സ്റ്റെപ്സ് നമ്മൾ ചാടിയൊക്കെ ഇറങ്ങി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് കയറ്റമാവാൻ തുടങ്ങി, പിന്നെ ഇറക്കാവാൻ തുടങ്ങി, പിന്നെ കയറ്റം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് നമ്മൾ പാലം ഉണ്ടായിരുന്നു, കുറേ റിവർ ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെക്കിങ്. പക്ഷേ ഇതിൻ്റെ ഒരു നമ്മൾ എത്തിയ ഒരു ലിവിങ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് മെയിൻ. അതായത് പണ്ടുള്ള ആ വില്ലേജേഴ്സ് ഈ ഒരു റൂട്ട് വളർന്നു വരുമ്പോൾ അതിനെ ഇവരൊരു ബ്രിഡ്ജ് ആക്കി വളർത്തിയെടുത്തതാണ്. അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അവരിതിങ്ങനെ ആക്കിയെടുത്താണ്. ഈ ഡബിൾ റൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ലെയർ വെള്ളം കയറുമ്പം അത് നനയുമ്പോൾ ഇവർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് മുകളിലത്തെ ലെയർ ഉണ്ടാക്കിയെടുത്തത്. അപ്പം അങ്ങനെ ആ ഒരു സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. പിന്നെ ഇവിടുന്ന് പിന്നെയും ഒരു 30 to 45 മിനിറ്റ്സ് നമ്മൾ നടക്കുമായിരുന്നെങ്കിൽ ഒരു റെയിൻബോ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. അത് കുറേ കൂടെ അമേസിങ് ആണെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റൂട്ട് ബ്രിഡ്ജ് വരെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെയിൻബോ വാട്ടർഫോൾസും കൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ട്രെക്കിങ് കഴിഞ്ഞ് എക്സോസ്റ്റ് ആയിപ്പോയി. നമ്മൾ തിരിച്ചെത്തി മാഗിയൊക്കെ കഴിച്ചു. അവിടെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടുന്ന് മാഗിയൊക്കെ കഴിച്ചു, വെള്ളം കുടിച്ചു കുറേ. പക്ഷേ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ട്രെക്കിംഗ് എന്ന് പറയുന്നത്.
ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മൗസ്മായി കേവിലേക്കായിരുന്നു. ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് ഇൻ മേഘാലയ എന്ന് ഞാൻ പറയും. നമ്മൾ പല സ്ഥലങ്ങളിലും ആ കേവിനകത്ത് ഇങ്ങനെ വണ്ടർ സ്റ്റക്ക് ആയിട്ടൊക്കെ നിന്നായിരുന്നു. ഇത് ലൈം സ്റ്റോൺ വെച്ചിട്ടാണ് ഇത് ഫോം ആയിട്ടുള്ളത് ഈ കേവ്. നമുക്ക് ഇങ്ങനെ ഈ കേവിൻ്റെ ടോപ്പ് റൂഫ് ഇങ്ങനെ വന്ന് ബോട്ടമായിട്ട് ഇങ്ങനെ ചേർന്ന് പില്ലേഴ്സ് ഒക്കെ ആയിട്ടൊക്കെ കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗ്ലിറ്ററിങ് സ്റ്റോൺസ് പല ഏരിയാസിലും നമുക്കിങ്ങനെ തിളങ്ങുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ നേരെ നടന്നു പോകാം, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കുഞ്ഞു പോകാം, ചില സ്ഥലങ്ങളിൽ ഇഴഞ്ഞേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി ഏജൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ പ്രഗ്നൻസിനൊക്കെ പാടായിരിക്കും എന്ന് തോന്നുന്നു. അതല്ലാണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് ഇൻ മേഘാലയാണ് മൗസ്മായി കേവ്. അങ്ങനെ കേവിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയി ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ സൺസെറ്റ് വിറ്റ്നസ് ചെയ്യാനാണ് നെക്സ്റ്റ് പോയത്. സൺസെറ്റ് കാണാൻ പോയത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കായിരുന്നു, നോക്കാലിക്കെ വാട്ടർഫോൾസ്. അവിടെ നമ്മൾക്ക് ഈ വാട്ടർഫോൾസും അതിൻ്റെ ഓപ്പോസിറ്റ് സൺസെറ്റും കൂടിയിട്ടായിരുന്നു. ആ ഒരു വ്യൂ വാസ് സോ മെസ്മറൈസിങ്. അപ്പോൾ നമ്മൾ ഈ നോക്കാലിക്ക വാട്ടർഫോൾസിൻ്റെ പുറകിൽ ഒരു സാഡ് സ്റ്റോറി ഉണ്ട്. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളാം, കാരണം ഒരു ലോങ് സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. നോക്കാലിക്കെ വാട്ടർഫോൾസ് എന്നാണ്, ഞാനിവിടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നമുക്കിങ്ങനെ ഷോപ്പിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് നമ്മളുടെ റിസോർട്ടിലെത്തി ഡിന്നർ കഴിച്ചു. പിന്നെ അവിടെ 4th ഡേ എൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ലായിരുന്നു, കാരണം ബോഡിയൊക്കെ നല്ല പെയിൻ ആയിരുന്നു. നമ്മൾ ഈ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു 10,000 സ്റ്റെപ്സ് ഒക്കെ കണ്ടിന്യൂസ് ഒരു ദിവസം നടന്നപ്പോഴത്തേക്കും കാലിൽ നിന്നത് താങ്ങാൻ വയ്യായിരുന്നു. അതുകൊണ്ട് എനിവേസ് വിത്ത് പെയിൻ അന്നത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്തു. 5th ഡേ മോർണിംഗ് നമ്മൾ ചിറാപുഞ്ചിയിൽ നമ്മുടെ റിസോർട്ടിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് നേരെ ഷില്ലോങ്ങിലേക്കാണ് പോയത്. ഷില്ലോങ്ങിലേക്ക് പോകുന്ന വഴി ചിറാപുഞ്ചിയിൽ തന്നെ നമ്മളൊരു ഗാർഡൻ ഓഫ് കേവ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു നാച്ചുറൽ വണ്ടറാണ്, നാച്ചുറലി ഫോംഡ് വണ്ടറാണ്. സോ അതും എഗെയിൻ ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഗാർഡൻ ഓഫ് കേവ്സ് മിസ്സാവാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഗാർഡൻ ഓഫ് കേവ്സ് എന്ന് കേൾക്കുമ്പോൾ മുഴുവൻ ഗുഹയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്കതിനകത്ത് വാട്ടർഫോൾസ് ഉണ്ട്, ഗാർഡൻസ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ ഈ വാട്ടർ ബോഡീസ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. 11 സ്പോട്ട്സ് ഉണ്ട് അതിനകത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും അതിനകത്ത്, എന്നാലും അത് മിസ്സാവാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗാർഡൻ ഓഫ് കേവ്സ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഫോർ ഡേ 5.
ഗാർഡൻ ഓഫ് കേവ്സിൽ നിന്ന് നമ്മൾ നേരെ പോയത് ലാറ്റ്ലം കാനിയനിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് ഡേ മിസ്സായി എന്ന് പറഞ്ഞില്ലേ, ഫസ്റ്റ് സൺഡേ ഓഫ് 2024 ആയതുകൊണ്ട് മിസ്സായ ലാറ്റ്ലം കാനിയൻ, അതാണ് നമ്മൾ ഈ 5th ഡേയിൽ നെക്സ്റ്റ് കവർ ചെയ്തത്. അത് അഗെയിൻ ഒരു പാനോറമിക് വ്യൂ ഓഫ് ദി ഹിൽസ്, അതാണ് നമുക്ക് ലാറ്റ്ലം കാനിയനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അഗെയിൻ ഈ മേഘാലയയുടെ ഒരു ബ്യൂട്ടി അതൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ. പിന്നെ നമ്മൾ ചെന്ന ടൈം ഒരു ഉച്ച ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെയിലുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ചൂടില്ലായിരുന്നു, തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. എനിവേസ് അതായിരുന്നു ലാറ്റ്ലം കാനിയൻ. നല്ല കാറ്റ്. ലാറ്റ്ലം കാനിയനിൽ നിന്ന് നമ്മൾ നേരെ ഷില്ലോങ്ങിൽ നമ്മുടെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ കഫേ ഹോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. നമ്മൾ ഒരുപാട് കഫേസ് ട്രൈ ചെയ്തു, കുറേ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിൽ രാത്രി തിരിച്ചെത്തി. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ റൂമിൽ പോയി നമ്മൾ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരോടെ കാർഡ്സ് ഒക്കെ കളിച്ച് നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. കാരണം നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ ഇൻ ദ സെൻസ് ഷില്ലോങ്ങിലെ ലാസ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ ഷില്ലോങ്ങിൽ നിന്നും ഗുവാഹട്ടിയിലേക്ക് പോയത്. 6th ഡേ, അതായത് നമ്മളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ, നമ്മൾ ഷില്ലോങ്ങിൽ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഗുവാഹട്ടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഓൺ ദ വേ നമ്മൾ ഉമിയം ലേക്കിൻ്റെ അവിടെ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും എഗെയിൻ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഉമിയം ലേക്കിൻ്റെ അവിടെ സൺസെറ്റ് ടൈമിൽ പോകുന്നതാണ് ബെസ്റ്റ് എന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നവർ സൺസെറ്റിനാണ് ഉമിയം ലേക്ക് പോയത്. അപ്പോൾ സൺസെറ്റിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് നമ്മൾ അറിഞ്ഞു. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ സൺസെറ്റ് ടൈമിൽ പോകാൻ ശ്രമിക്കാം. ഉമിയം ലേക്ക് കഴിഞ്ഞ് കുറച്ചും കൊണ്ട് ചെന്നപ്പോഴത്തേക്കും എല്ലാവരും പല വഴിക്കായി. കുറച്ച് പേര് നേരെ എയർപോർട്ടിലേക്ക് പോയി, കുറച്ച് പേര് ഈ പാക്കേജ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാസിരംഗ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, കാരണം എനിക്ക് അന്ന് ഈവനിങ് മുംബൈയിൽ എത്തണമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ ഈവനിങ് വരെ ടൈം ഉള്ളത് കൊണ്ട് നമ്മൾ കാമഖ്യ ടെമ്പിളിലേക്കാണ് പോയത്. അതും ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വന്നായിരുന്നു ഈ ടെമ്പിളിൽ നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്കും. എനിവേസ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പോവാറായി, എയർപോർട്ടിൽ എത്താറായപ്പോഴത്തേക്കും ഫുള്ള് വിഷമമൊക്കെ ആയിരുന്നു എല്ലാവർക്കും. പക്ഷെ ഒരു നല്ലൊരു ഗ്രൂപ്പിനെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ കാമഖ്യ ടെമ്പിളോട് കൂടി നമ്മളുടെ മേഘാലയൻ ട്രിപ്പ് തീർന്നിരിക്കുകയാണ്. ദാറ്റ് വാസ് അവർ 6 days ഇൻ മേഘാലയ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു യൂഷ്വലി ഇടുന്നൊരു വ്ളോഗ് പോലത്തെ വ്ളോഗ് അല്ലാത്തത് കൊണ്ട് എനിക്ക് ആദ്യം ഇത് പോസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഐ തോട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു സംഭവം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇറക്കിയത്. എനിവേസ് കുഴപ്പമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും വീഡിയോസായിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ലവ് യു ഓൾ.